കർത്താവിന്റെ ദൈവത്തിന്റെ വാഗ്ദാനം കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോർജ് മാനച്ചൻ അവർ കർത്താവ് പ്രിയ സേവനത്താന്റെ സഭയുടെ സൂക്ഷികനായ മേരിക്കൽ സേവനമനുഷ്ഠിക്കുന്നു. ദാസൻ ഭാവിയാൽ സന്തോഷമുണ്ട്. ഒരു വാത്സല്യ മാതാവിന്റെ ഭൗതിക ശരീരത്തിനരികിൽ വളരെ പ്രത്യാശയോടുകൂടിയാണ് ഞാൻ നടക്കുന്നത്. ദീർഘവർഷങ്ങൾ ഭൂമിയിൽ പാർത്ത മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ ദൈവത്തിന്റെ കൃപയിൽ ഉപദേശിച്ച് ധന്യമായ ജീവിതം നയിച്ച അനുഗ്രഹീതയായ ഒരു ദൈവദാസിയുടെ ഭൗതിക ശരീരത്തിനരികിൽ നിൽക്കുമ്പോൾ വളരെ പ്രത്യാശ കൊണ്ട് നിങ്ങളുടെ ഹൃദയം അറിയുകയാണ്. ഇന്ന് ഇവിടെ സംഗീതമായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോർജ് മച്ചാനവറുകൾ, വൈദിക ശ്രേഷ്ഠന്മാർ, അനുഗ്രഹീതരായ ദൈവദാസന്മാർ, മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, ബന്ധുമിത്രാദികൾ, സഭാജനങ്ങൾ, സ്നേഹിതർ, നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങൾ പ്രത്യേകം വന്ദനം അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അമ്മച്ചിയുടെ പ്രിയ മകൻ പ്രിയ സൈമൻ, കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ സൈമന്റെ കുടുംബത്തിന്റെ പാസ്റ്ററാണ്. നിങ്ങൾക്കറിയാമോ, അദ്ദേഹം അമേരിക്കയിലുള്ള ഡാളസിലെ ഏറ്റവും ഉന്നതമായ വളരെ ഉയർന്ന ഒരു പദവിയിൽ ഉദ്യോഗസ്ഥനായിട്ട് സേവനമനുഷ്ഠിക്കുന്ന ആളാണ്. ഒരുപക്ഷെ അമ്മച്ചി അമേരിക്കയിൽ വെച്ച് മരിച്ചിരുന്നെങ്കിൽ അമ്മച്ചിയെ സല്യൂട്ട് ചെയ്യുവാൻ അമേരിക്കയിലുള്ള അനവധി പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നുമായിരിക്കും. കാരണം അത്ര ഉന്നതമായ ഒരു പദവിയിൽ താൻ ഭൗതികമായ ജോലിയിലായിരിക്കുന്ന ഒരു മനുഷ്യനാണ് പ്രിയ ബ്രദർ സൈമൻ. അദ്ദേഹത്തിന്റെ സഹധർമ്മി സിസ്റ്റർ പീത, മക്കൾ സാൻജോ, ക്രിസ്റ്റി, അവർ വളരെ അനുഗ്രഹിക്കപ്പെട്ടവരിൽ കർത്താവിനെ ആരാധിക്കുന്ന അനുഗ്രഹീതമായ കുടുംബമാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് അവരുടെ സേവനം, അവരുടെ ശുശ്രൂഷ, അവരുടെ സഹകരണമൊക്കെ അനുഭവിക്കാൻ കർത്താവ് നിങ്ങൾക്ക് ഇടയാക്കുന്നു. ഒരു ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ ഭൗതിക ശരീരത്തിന്റെ ചുറ്റും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചപ്പോൾ വിശുദ്ധ തിരുവഴുത്തുകളിലെ 1-2 വാക്യങ്ങൾ എന്റെ മനസ്സിൽ വന്നത് ഇങ്ങനെയാണ്. സദൃശ വാക്യങ്ങളുടെ പുസ്തകത്തിലെ 1-2 വാക്യങ്ങൾ എന്റെ മനസ്സിൽ വന്നത് ഞാൻ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അവളുടെ മക്കൾ എഴുന്നേറ്റ് അവളെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. കൊടുത്ത അനുഗ്രഹീതയായ ദൈവദാസിയാണ്. അടുത്ത വാക്യം പറയുന്നത് എങ്ങനെയാണ്? ലാവണ്യം വ്യാജമാണ്, സൗന്ദര്യം വ്യർത്ഥമാണ്, യഹോവാഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. ഇന്ന് ദൈവദാസിയെ ജീവിതത്തെ ഓർത്ത് കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ നിദ്ര പ്രാപിച്ച കർത്തദാസി ദൈവസന്നിധി പ്രവേശിച്ചിരിക്കുകയാണ്. മനുഷ്യ വീണ്ടും കാണുന്നുള്ള മനോഹരമായ പ്രത്യാശയുടെ വചനങ്ങൾ എന്റെ പ്രിയ സഹോദരൻ പ്രിയ സൈമൻ, ക്രിസ്തുവിന്റെ പ്രിയ സഹോദരനാണ് അദ്ദേഹം. എനിക്ക് വളരെ പ്രിയനാണ്. അദ്ദേഹത്തിന്റെ പ്രത്യാശയുടെ വാക്കുകൾ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും കാണും, അതേ ഒരു ദിവസം നമ്മൾ കാണും. നമ്മെ വിട്ടു പിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ കർത്താവിനോട് ഒരുമിച്ച് നമ്മൾ വീണ്ടും കാണുന്ന മനോഹരമായ ദിവസമാണ്. ഈ ഏതാനും നിമിഷങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇത് നിങ്ങൾ നിത്യതയെ ജീവിക്കുന്ന നിമിഷമാണ്, നിത്യതയെ നിർണ്ണയിക്കുന്ന നിമിഷമാണ്. കാലം കടന്നുപോകും, ദിവസങ്ങൾ കടന്നുപോകും. ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും ലോകത്തോടെ യാത്ര പറയേണ്ടി വരും. എന്നെ കേൾക്കുന്ന വലിയ വാത്സല്യ സഹോദരങ്ങളെ, അമ്മച്ചി പോയ ദൈവരാജ്യത്തിൽ നിങ്ങൾ കാണപ്പെടുമോ എന്നുള്ളത് ഉറപ്പുവരുത്തുവാനുള്ള ഒരുപക്ഷെ ഏറ്റവും അവസാനത്തെ സമയമായിരിക്കുകയാണ്. ഇവർ ഓർത്തുകൊണ്ട് ഇന്ന് പകൽക്കാലം വളരെ ശ്രദ്ധയോടുകൂടെ ഈ ദൈവജന പ്രഭാഷണം ശ്രദ്ധിക്കുവാൻ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. നിങ്ങൾക്കറിയാമോ, പേർഷ്യൻ സംസ്ഥാനത്ത് ഭരണം നടത്തിയിരുന്ന അനുഗ്രഹീതനായിരുന്ന ഒരു മനുഷ്യനായിരുന്നു ദാനിയേൽ. ജീവിതത്തിൽ വലിയ കൃത്യനിഷ്ഠ ഉണ്ടായിരുന്ന മനുഷ്യനാണ്, വലിയ ഡിസിപ്ലിൻ ഉണ്ടായിരുന്ന മനുഷ്യനാണ്. ഭൗതികമായിട്ടും ആത്മീയമായിട്ടും വലിയ ഡിസിപ്ലിൻ പാലിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു ദാനിയേൽ. ദാനിയേൽ ഭൗതിക ലോകത്തിൽ, ഭൗതിക രാജ്യത്തിൽ വളരെ മനോഹരമായി ഭരണം നടത്തിയിരുന്നപ്പോൾ തന്നെ ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി അധ്വാനിച്ച മനുഷ്യനായിരുന്നു ദാനിയേൽ. ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നീയോ ദാനിയേലെ പോയി വിശ്രമിച്ചു കൊടുക്കുക, കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും. 4 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തന്നിട്ട് നിർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കുക. നീയോ ദാനിയേലെ പോയി വിശ്രമിച്ചു കൊടുക്കുക, കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും. ഒരു റിലീസ് ഉണ്ട് ഇവിടെ. ഭൗതിക ലോകത്തിലെ ജീവിതം എന്നേക്കുമുള്ള ഒരു ജീവിതമല്ല. 70 വർഷം ഏറെയായ 80 അല്ലെങ്കിൽ 100 അടുത്ത് ജീവിക്കാനുള്ള ഭാഗ്യം നമുക്കിവിടെയില്ലല്ലോ. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, ഭൗതിക ലോകത്തിൽ നിന്നൊരു വേർപാട്, ഒരു റിലീസ് നമുക്ക് ഉണ്ടായിരിക്കണം. കഷ്ടം നിറഞ്ഞൊരു ശരീരത്തിൽ, രോഗം നിറഞ്ഞൊരു ശരീരത്തിൽ, വേദന നിറഞ്ഞൊരു ശരീരത്തിൽ കഴിഞ്ഞ ദീർഘവർഷങ്ങൾ പാർത്തിരുന്ന അമ്മച്ചിയെ വേദനയില്ലാത്ത രാജ്യത്തേക്ക് വിളിച്ചു ചേർക്കുവാൻ ദൈവത്തിന്റെ പ്രസാദമായി. വെളിപ്പാട് പുസ്തകം 21, 22 അധ്യായങ്ങൾ നിങ്ങൾ വായിക്കണം. ശ്രദ്ധിക്കണമേ പ്ലീസ്. വെളിപ്പാട് പുസ്തകം 21, 22 അധ്യായങ്ങൾ വായിക്കുമ്പോൾ നിത്യതയിൽ നാം ചെല്ലുമ്പോൾ ഇല്ലാത്ത 7 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് അവിടെ രാത്രിയില്ലല്ലോ, അതിലൊന്ന് അവിടെ വേദനയില്ലല്ലോ, അതിൽ മറ്റൊന്ന് അവിടെ കണ്ണുനീരില്ലല്ലോ, അവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവിടെ മരണമില്ലല്ലോ. അതേ, മരണം എന്നേക്കുമായി നീങ്ങിപ്പോകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിവസം വരുവാൻ പോകുന്നു. എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദര, എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരി, അമ്മച്ചിയുടെ ഭൗതിക ശരീരത്തിനരികിൽ ഇന്ന് മഴക്കാലം വന്നിരിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഉറപ്പ് പ്രാപിച്ചിട്ടുണ്ടോ? നിത്യതയിൽ അമ്മച്ചിയുടെ മുഖം കാണുവാൻ നിങ്ങൾക്ക് കഴിയുമോ? എന്താണ് മരണത്തിനപ്പുറത്ത് ജീവിതമുണ്ടെന്ന് ഉറപ്പിച്ചു പറയാൻ കാര്യം? ആദ്യം പറയാം, മരിച്ച ശേഷം മടങ്ങി വന്ന ഒരാളുണ്ട്. അത് വേറെ
യേശുവിന്റെ എന്ന് വിശ്വസിക്കുന്ന കല്ലറയിൽ ചെന്നപ്പോൾ കല്ലറ തുറന്നു കിടക്കുകയാണ്. അത് അകത്ത് കയറി അകത്തൊരു വാക്യം എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്, He is not here, He has risen. അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. സ്നേഹിതരെ, ലോകത്തിലെ സകല മഹാന്മാരുടെയും കല്ലറയുടെ വാതിക്കൽ അവരെ കുറിച്ചുള്ള വചനങ്ങൾ എഴുതി വെച്ചിരിക്കുമ്പോൾ യേശുവിന്റെ കല്ലറയുടെ വാതിക്കലല്ല, യേശുവിന്റെ കല്ലറയുടെ അകത്താണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്താ കാരണമെന്നറിയാമോ? അതിന്റെ കാരണം ഞാൻ പറയാം. മഹാന്മാരെല്ലാം അകത്തുള്ളത് കൊണ്ട് എഴുത്ത് പുറത്തു വന്നു. മഹാനായ യേശു വെളിയിലായതുകൊണ്ടാണ് യേശുവിനെ കുറിച്ചുള്ള എഴുത്ത് അകത്ത് വന്നത്. ഇന്ന് പലക്കാലം ഞങ്ങൾ പ്രസംഗിക്കുന്ന, ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ കർത്താവ് മരിച്ചു മൺമറിഞ്ഞ് കാലഹരണപ്പെട്ടു പോയവനല്ല, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവമാണ്. എന്തുകൊണ്ടാണ് പ്രിയ മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ പ്രത്യാശയോടുള്ള സാക്ഷ്യം പറഞ്ഞത്? അതിന്റെ കാരണം പറയാം. ആഹ്ലം ധരിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. ഈ പ്രത്യാശയുള്ള ദൈവമക്കൾ എന്ന് വാരിക്കാരോട് ഇരിപ്പുണ്ടെങ്കിൽ അവർ സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ആഹ്ലം ധരിക്കും, ആഹ്ലം ധരിക്കും. നിങ്ങൾക്കറിയാമോ, ലോകത്തെ വിറകൊള്ളിപ്പിച്ച ഭരണാധികാരികൾ ലോകത്തോടെ യാത്ര പറഞ്ഞു. ടെക്നോളജി കൊണ്ട് ലോകത്തെ പിടിച്ചു നിർത്തിയ സ്റ്റീവ് ജോബ്സ് എന്ന് പറഞ്ഞ മനുഷ്യൻ 52-ാമത്തെ വയസ്സിൽ ക്യാൻസർ രോഗത്താൽ ലോകത്തോടെ യാത്ര പറഞ്ഞു. മരുന്നിനോ വൈദ്യശാസ്ത്രത്തിനോ ആയുസിനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. സ്നേഹിത, ഞാനും നിങ്ങളും മരിക്കും. പക്ഷെ ഒരു കാര്യം ഉറപ്പ് പ്രാപിച്ചിരിക്കണം, മനുഷ്യൻ ഒറ്റ ശ്വാസമുള്ള ജീവിയാണ്. വൺ ബ്രെത്ത് ബീയിങ് ആണ് മനുഷ്യൻ. എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വിട്ടയായി ആ ശ്വാസം തിരികെ വന്നില്ലെങ്കിൽ മനുഷ്യൻ പിണമായി മാറും, മനുഷ്യൻ വെറും മൃതം ശരീരനായി മാറപ്പെടും. എന്നാൽ ഒരു കാര്യം മറന്നു പോകരുത്, ജീവന്റെ ഉറവയായ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ നിത്യജീവൻ നൽകിയിരിക്കുകയാണ്. ഏതൊരു മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമാണ്. പണം കൊണ്ടോ പ്രതാപം കൊണ്ടോ സ്ഥാനമാനം കൊണ്ടോ കുടുംബം കൊണ്ടോ ആമേൻ ലോകത്തിലെ ഏതെങ്കിലും ഭൗതിക കാര്യമുണ്ട് ഇവിടെ പിടിച്ചിരിക്കാമെന്ന് കഴിയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവവചനത്തോടെ ഞാൻ പറയാം, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രമേ ഉള്ളൂ. എന്നാൽ ഇന്ന് പലക്കാരുടെ വന്നിരിക്കുന്ന നമുക്കൊരു വലിയ പ്രത്യാശയുണ്ട്. എന്താ പ്രത്യാശ അറിയാമോ? ഡാനിയേലിനോട് പറയുന്നു, യു ഹാവ് എ റിലീസ് ഫ്രം യുവർ പ്രസന്റ് ലൈഫ്. നിന്റെ ജീവിതത്തിൽ നിനക്ക് ഞാൻ വിടുതൽ തരികയാണ്. സെക്കൻഡ് വൺ, റിലീസ് ഉണ്ടെങ്കിൽ ഒരു റെസ്റ്റ് ഉണ്ട്. നീയോ ദാനിയേലേ പോയി വിശ്രമിച്ചുകൊള്ളുക. Yes, there is a rest. എന്നെ കഴിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, കഷ്ടതയും സങ്കടവും വേദനയും രോഗവും ദുഃഖവുമുള്ള ഈ ജീവിതത്തിൽ നിന്ന് ദൈവം നമുക്ക് തരുന്ന ഒരു വിശ്രമമാണ് മരണം. വളരെ ഗൗരവമായി ഓർത്തിരിക്കണം, മരണം എല്ലാത്തിന്റെയും അന്ത്യമല്ല, ബന്ധങ്ങളുടെ മാത്രം അന്ത്യമാണ്. Death is not the end of existence, but the end of relationship. ബന്ധങ്ങൾ ഇവിടെ അവസാനിച്ചല്ലേ ഉള്ളൂ, അമ്മച്ചിയുടെ നിലനിൽപ്പ് അവസാനിച്ചിട്ടില്ല. Absent here, present with Christ. എല്ലാവരും ദൈവത്തിന് സ്തോത്രം പറയുന്നല്ലോ. സന്തോഷത്തോടെ ഭൗതിക ശരീരത്തിന്റെ അരികിൽ തിരിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അമ്മച്ചി ഇവിടെ ആബ്സെന്റ് ആണ്, പക്ഷേ കർത്താവിന്റെ തിരുമുഖം കാണുകയാണ്. നിങ്ങൾക്കറിയാമോ, തിയോളജി കൊണ്ട് ദൈവശാസ്ത്രം കൊണ്ട് ലോകത്തെ പിടിച്ചു നിർത്തിയ ഡിട്രിച്ച് ബോൺഹോഫർ എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു. നാസി പട്ടാളക്കാർ അദ്ദേഹത്തെ കൊല്ലുവാനായി കൊണ്ടുപോകുമ്പോൾ നടന്നു നീങ്ങുന്ന ഡിട്രിച്ച് ബോൺഹോഫർ വിളിച്ചു പറഞ്ഞ എന്താണ് നിങ്ങൾക്കറിയാമോ? You may think that this is an end, but for me this is the life. This is the beginning of a new life. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കാം ഇതൊരു അന്ത്യമാണെന്ന്, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതുജീവിതത്തിന്റെ ആരംഭമാണ്. ഹോളികാർപ്പ് എന്ന് പറഞ്ഞ ദൈവദാസന് 86 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തെ കൊല്ലുവാനായി കൊണ്ടുപോയപ്പോൾ ഹോളികാർപ്പിനോട് പറഞ്ഞു, ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ യേശുവിനെ തള്ളിപ്പറയുമെന്ന് പറഞ്ഞാൽ മതി. ഹോളികാർപ്പ് പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ? ഈ 86 വർഷവും എനിക്ക് ഒരു ദോഷവും ചെയ്യാത്ത എന്റെ യേശുവിനെ തള്ളിപ്പറയുവാൻ തയ്യാറല്ല. എന്നെ കിടക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, മരണത്തിന്റെ മുമ്പിൽ പേടിക്കുന്നവരല്ല ദൈവഭക്തന്മാർ. മരണമേ നിന്റെ ജയമെവിടെ എന്ന് ചോദിച്ചുകൊണ്ട് പ്രത്യാശയുള്ള ദൈവമക്കൾ ഇന്ന് മുതൽ സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. കാരണം ഞാൻ വിശ്വസിക്കുന്ന എന്റെ കർത്താവ് കല്ലറയെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ് വന്നവനാണ്. അരിമത്തിയിലെ യോസേഫിന്റെ കല്ലറയിലേക്ക് നിങ്ങൾ നോക്കൂ. 3-ാമത്തെ ദിവസം അവിടെ വ്യാപരിച്ച ദൈവശക്തി വിശ്വസിക്കുന്ന ദൈവമക്കൾ മർത്തി ശരീരത്തിൽ വ്യാപരിക്കുമെന്ന് റോമാലേഖനം 8:11 പറയുന്നു. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവരുടെ ആത്മാവ് നിങ്ങളുടെ മർത്തി ശരീരങ്ങളെയും ഒരു ദിവസം അവരോട് കൂടെ ജീവിപ്പിക്കും. അതെ, ഒരു ദിവസം നമ്മൾ വീണ്ടും കാണും. അതെ, ഞാൻ മടങ്ങി വരുന്നു. റിലീസ് ഉണ്ടെങ്കിൽ റെസ്റ്റ് ഉണ്ട്, റെസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു ഐസിംഗ് ഉണ്ട്, ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. നീ എഴുന്നേറ്റ് വരുമെന്നല്ലേ ദാനിയേലിനോട് പറഞ്ഞത്? സഹോദരി സഹോദരന്മാരെ, ഞങ്ങൾ കേവലം ഒരു കെട്ടുകഥ പറയുന്നവരല്ല. ക്രിസ്ത്യാനിത്വം കെട്ടുകഥകളുള്ള ഒരു മാർഗമല്ല. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ നമുക്ക് എന്തോ കിട്ടി? നമുക്ക് കിട്ടിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജീവിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കിട്ടി. നിങ്ങളെല്ലാവരും മലക്കാരുണ്ടോ? നമുക്ക് കിട്ടിയത് ജീവിക്കുന്ന ദൈവത്തെ. ഇന്ന് പകരം അവൻ നമ്മുടെ മധ്യത്തിൽ വന്ന് ഓരോരുത്തരെയും തൊട്ടവൻ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുക, ഓരോരുത്തരെയും തൊട്ടവൻ സമാധാനം നൽകിക്കൊണ്ടിരിക്കുക. യേശുവിന്റെ സാധ്യത എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? യേശുവിന്റെ ഉയർപ്പിന്റെ ഏറ്റവും വലിയ സാധ്യത വീണ്ടും വരുന്ന ഒരു കർത്താവിനെ നമുക്ക് കിട്ടി. എല്ലാവർക്കും ഇത് വലിയ സന്തോഷമുണ്ട്.
യേശു മടങ്ങി വരുന്നു, യേശു വേഗം വരുന്നു. ഒരു ഐസിയുണ്ട്, ഉയർത്തെഴുന്നേൽപ്പുണ്ട്. 1 Thessalonians 4:13 വായിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ സമയത്തിന് വരുന്നത് കൊണ്ട് ഞങ്ങളുടെ അവസാനിപ്പിക്കട്ടെ. ശ്രദ്ധിക്കുക, കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അതെ, ഈ ദിവസങ്ങളിൽ ഒന്നിൽ കർത്തൃകാഹളം കേൾക്കും. ഞാൻ പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയാവുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് പകലിൽ ഈ ശുശ്രൂഷ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കാഹളം കേട്ടാൽ അമ്മച്ചി അടക്കേണ്ട കാര്യമില്ല. ഒരു പ്രതികാരം കൂടെ ഉണ്ട്. അമ്മച്ചിയെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ കാര്യം ഓർത്തു പോയി. തബീത എന്ന് പറഞ്ഞൊരു യുവ സഹോദരിയെ കുറിച്ച് വിശുദ്ധ പറയുന്നുണ്ട്. തബീത മരിച്ചോടെ സഹോദരിമാരൊക്കെ വന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? തബീത ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടാക്കിയ കുട്ടി ഉടുപ്പുകളൊക്കെയായിട്ടാണ് വന്നത്. അത്ര നല്ല ദാനധർമ്മങ്ങൾ ചെയ്യുന്ന, അത്ര നല്ല പുണ്യപ്രവൃത്തി ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട സഹോദരിയായിരുന്നു തബീത. അമ്മച്ചിയെ കുറിച്ച് തോന്നുമ്പോൾ എനിക്ക് അതാണ് മനസ്സിലായത്. കൃഷ്ണദാസന്മാരുടെ ഇവിടെ ഇരുന്ന ദൈവദാസന്മാരുടെ സാക്ഷ്യം കേട്ടു. അവരെ വളരെ അനുമണിക്ക് സ്നേഹിച്ചിരുന്ന, ശുശ്രൂഷിച്ചിരുന്ന അനുഗ്രഹിക്കപ്പെട്ട അമ്മച്ചിയാണ്. ദൈവരാജ്യത്തിന്റെ സമ്പത്താണ്. വളരെ നിശബ്ദമായിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി സേവനം ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ട അമ്മച്ചിയുടെ ജീവിതത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നെന്ന പോലെ ഒരു ദിവസം നമ്മൾ കർത്താവിന്റെ തിരുമുഖം കണ്ടുകൊണ്ട് അവന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നാം ചെയ്തതിന് ന്യായമായി പ്രതിഫലം ലഭിക്കും. എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, അവന്റെ നാമത്തിന് വേണ്ടി നിങ്ങൾ ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവന്റെ നാമനിമിത്തം നിങ്ങൾ കഷ്ടത സഹിച്ചിട്ടുണ്ടെങ്കിൽ, അവന്റെ നാമനിമിത്തം നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രതിഫലം തരാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. കർത്താവിന് ജീവിക്കാൻ ഭാഗ്യം ദൈവം കൊടുത്തു. ഇവിടെ കേൾക്കുന്ന നിങ്ങൾ കേൾക്കുന്ന വാത്സല്യപ്പെട്ടേ, യേശു ക്രിസ്തുവിനെ മടങ്ങി വരണമെങ്കിൽ അവന്റെ രാജ്യത്തിൽ കാണപ്പെടുവാൻ ഞാൻ നിങ്ങൾ വരികയുണ്ടോ? ഇന്ന് വരക്കാലം അതിനുള്ള ഒരു വിളിയായി, അതിനുള്ള ഒരു സമയമായി ഈ സമയത്ത് വേർതിരിക്കുവാൻ കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുന്നു. അതേ, കർത്താവ് ഗംഭീര നാദത്തോട് വരും, പ്രധാന ദൂതന്റെ ശബ്ദത്തോട് വരും, ദൈവത്തിന്റെ കാരണത്തോടു കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ആ ക്രിസ്തു മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നമ്മുടെ അമ്മച്ചിയെ നമുക്ക് വീണ്ടും കാണാം, പ്രത്യാശയോടുകൂടി ജീവിക്കാം. എന്റെ പാടി നിങ്ങൾ ശ്രദ്ധിച്ചോ? അല്പനാൾ കൂടെ ഈ ക്ലേശങ്ങൾ സഹിക്കാം, കാലങ്ങൾ തീരാറായി, ഉയർപ്പിൻ സുപ്രഭാതം വരും, കാണുന്ന പ്രിയനെ വേഗത്തിൽ. അതെ, അതാണ് നമ്മുടെ പ്രത്യാശ. സങ്കടമായ ലോകത്തിൽ നമ്മൾ കർത്താവിനെ സേവിക്കുന്നതിന് പിന്നിലെ ഏറ്റവും വലിയ സന്തോഷമെന്നാണ് ഉയർപ്പിന്റെ സുപ്രഭാതം വരും, അന്ന് നമ്മൾ അവനെ വീണ്ടും കാണും. ഭക്തരായ ദേവദാസന്മാർ പാടിയ പാട്ടിന്റെ വരികൾ നമ്മുടെ ഹൃദയത്തിൽ ആഴമാണ്. അക്കരനാടെത്തിയ വിശുദ്ധ സംഘക്കാർ നിൽക്കുന്നുണ്ട്, നാം ചേർന്നോടെ അവരിൽ കരുവന്നിട്ട് നമ്മളെ സ്വീകരിക്കുവാൻ സന്തോഷത്തോടെ നിൽക്കുന്നു. നൂറുകണക്കിന് ദൈവഭക്തന്മാർ നൂറ്റാണ്ടുകളിലൂടെ കടന്നുപോയോ അക്കരെ എത്തി. നമ്മുടെ വാത്സല്യ അമ്മച്ചിയും അക്കരെ എത്തി. അമ്മച്ചി പോയി വിശ്രമിച്ചു കൊടുക്കാം. കാലാവസാനത്തിങ്കിൽ എഴുന്നേറ്റ് വരുമ്പോൾ വീണ്ടും കാണാം. ഈ വലിയ പ്രത്യാശയുണ്ട്. ദൈവം നിങ്ങളുടെ ഹൃദയത്തെ സഹോദരൻ സൈമൺ പീത സാൻജോ ക്രിസ്റ്റിയ കുടുംബത്തെ ദൈവം പ്രത്യേകം ആശംസിക്കട്ടെ. ദൈവത്തിന്റെ സഹോദരന്മാർ, സഹോദരിമാർ, മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ എല്ലാവരെയും കർത്താവ് ആശംസിക്കട്ടെ. ഈ സഭയെയും ദൈവദാസന്മാരെയും വലിയ ശ്രേഷ്ഠന്മാർ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ദിവ്യ സമാധാനങ്ങളുടെ കർത്താവ് നിറയ്ക്കട്ടെ. എന്റെയും കുടുംബത്തിലെയും ശുശ്രൂഷിക്കുന്ന സഭയുടെയും അഗാധമായ ദുഃഖവും ഞങ്ങളുടെ വലിയ പ്രത്യാശയും ഇവിടെ പങ്കുവെക്കുന്നു. കർത്താവ് നിറയുകയും